So welcome to my YouTube channel Learn with Natalia. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻസ് ആണ്, കാലം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വേർബ്സ് ആയിരുന്നു. ബേസിക്കലി ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ടെൻസ് മീൻസ് ദ ടൈം അറ്റ് വിച്ച് ദ ആക്ഷൻ ഓഫ് ദ വേർബ് ടേക്സ് പ്ലേസ്. ക്രിയ നടക്കുന്ന കാലത്തെയാണ് കാലം അഥവാ ടെൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? ആ ഒരു ക്രിയ നടക്കുന്ന, ആ ഒരു വേർബ് നടക്കുന്ന ആ ഒരു കാലത്തെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ടെൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് മലയാളത്തിൽ എന്താണ് നമ്മൾ പറയുന്നത്? വർത്തമാനകാലം, അല്ലേ? പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറയുന്നതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അഥവാ ഒരു ക്രിയ ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. അത് പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അവൻ സ്കൂളിൽ പോകുന്നു. ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അഥവാ ഒരു ക്രിയ ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. ആ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹി ഗോസ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇനി പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ഭൂതകാലം എന്ന് പറയും, അല്ലേ? കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഭൂതകാലം എന്ന്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു ക്രിയ ചെയ്തു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹി വെൻറ്റ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയി. അവൻ സ്കൂളിൽ പോയി എന്ന് പറയുന്നത് അത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ്, അല്ലേ? അതാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ഭാവി കാലമാണ്, അല്ലേ? അതൊരു ഭാവി കാലം എന്ന് മലയാളത്തിൽ പറയും. വരും കാലത്തെക്കുറിച്ച് അഥവാ ഒരു ക്രിയ ചെയ്യും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മളെ ഒരു പ്രഡിക്ഷൻ, നമ്മൾ ഭാവിയിലെ കാര്യമാണ്, അല്ലേ? അപ്പോൾ വരും കാലത്തെക്കുറിച്ച് അഥവാ ഒരു ക്രിയ ചെയ്യും എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹി വിൽ ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകും. അവൻ സ്കൂളിൽ പോകും എന്ന് പറയുന്നു. അത് നടക്കില്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഹി വിൽ ഗോ ടു സ്കൂൾ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഫോംസ് ഓഫ് ഈച്ച് ടെൻസസ് ആണ്. ഓരോ ടെൻസസിൻ്റെയും ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ ഈച്ച് ഓഫ് ദ 3 tenses we have 4 distinct forms. 4 distinct forms ആണുള്ളത്. ഒന്നാമത്തത് സിമ്പിൾ, രണ്ടാമത്തത് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പെർഫെക്റ്റ്, നാലാമത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മൊത്തത്തിൽ നമുക്ക് 12 distinct tense forms ആണ് ഉള്ളത്. 12 distinct forms ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് continuous tense, present perfect tense, present perfect continuous tense. past tense ന്റെ ആവുമ്പോൾ simple past tense, പിന്നെ past continuous tense, past perfect tense, past perfect continuous tense. future ന്റെ ആവുമ്പോൾ എങ്ങനെയാണ്? simple future tense, continuous future tense, perfect future tense, perfect continuous future tense. ഇത്രയുമാണ്. ഇതാണ് 12 distinct tense forms എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈറ്റ്, ഈറ്റ്സ്, അല്ലേ? കണ്ടിന്യൂസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? is or am or are eating. Is,
am or are eating. പെർഫെക്റ്റ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ എന്ത് പറയും? ഹാവ് or has eaten. ഹാവ് or has eaten എന്ന് പറയും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ എന്ത് പറയും? ഹാവ് or has been eating. ഹാവ് or has been eating. പാസ്റ്റ് ടെൻസിൻ്റെ നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എയ്റ്റ് എന്ന് പറയും അല്ലേ? എയ്റ്റ്. കണ്ടിന്യൂസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് പറയും? വാസ് ഓർ വേർ ഈറ്റിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് പറയും? ഹാഡ് ഈറ്റൺ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഹാഡ് ബീൻ ഈറ്റിംഗ്. ക്ലിയർ? ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷാൽ ഓർ വിൽ ഈറ്റ് അല്ലേ? കണ്ടിന്യൂസ് ആണെങ്കിലോ, കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഷാൽ ഓർ വിൽ ബി ഈറ്റിംഗ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഷാൽ ഓർ വിൽ ഹാവ് ഈറ്റൺ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഷാൽ ഓർ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ്. അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റിനും സിമ്പിൾ പാസ്റ്റിനും ഓക്സിലറി വേർബ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്സിലിയറി വേർബ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ, അതിൻ്റെ സഹായമില്ല, എയ്ഡില്ലാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും. ഇനിയുള്ള 10 എന്ന് പറയുന്നത് എന്താണ്? The remaining 10 forms are various combinations of auxiliary verbs. Auxiliary verbsൻ്റെ വേരിയസ് കോമ്പിനേഷൻസ് ആണ് ബാക്കിയുള്ള 10 എന്ന് പറയുന്നത്. And remaining forms are various combinations of auxiliary verbs with forms of the main verbs. ടെൻസിൻ്റെ അടുത്ത റിമൈനിങ് പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ comment below. Thank you.